ഹലോ, നമസ്കാരം. കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും പഴയ കഥകളാണല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെ കഥ പറഞ്ഞ് പറഞ്ഞ് എനിക്കൊരു കൂട്ടുകാരി കിട്ടിയിട്ടുണ്ട്. ആളെപ്പറ്റി ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിന്നു ആണ്. ഒരു ദിവസം ഏതോ ഒരു കഥ പറഞ്ഞ് വീഡിയോ ചെയ്ത ശേഷം എനിക്ക് ചിന്നുവിൻ്റെ മെസ്സേജ് വന്നതാണ് അതിൻ്റെ ബാക്കി പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കഥകൾ എല്ലാ ദിവസവും പതിവായി. കൊടുക്കലും വാങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഞാനും ചിന്നും ഈ അടുത്ത് വേറെ രസകരമായ ഒരു ഓർമ്മ പങ്കുവച്ചിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് അന്യം നിന്ന് പോയിട്ടുള്ള, അതായത് പലയിടത്തും കാണാത്ത, എൻ്റെ മോളൊന്നും നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അമ്മിയിലരക്കണ കഥ. എൻ്റെ വീട്ടിൽ പോലും ഇല്ലാണ്ടിരുന്ന അമ്മിയിലരക്കൽ കാഴ്ച ഞാൻ കണ്ടിരുന്നത് വെക്കേഷൻ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലെ ചേച്ചിമാരൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ച തന്നെയായിരുന്നു അത്. ചെറിയ കുട്ടിയാകുമ്പോഴേ ഇതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അമ്മി നല്ല വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നടുക്കിലേക്ക് തേങ്ങ കുറച്ച് വെക്കണു, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, ചിലപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നതാണ് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഈ അമ്മിക്കുട്ടി വെച്ചിട്ട് ഒരു കിടുകിടാന്നൊരു സംഭവം ഉണ്ടാക്കാറുണ്ട്. എന്നുവെച്ചാൽ അതൊന്ന് ചതച്ചെടുക്കുക, എന്നിട്ട് അങ്ങോട്ട് നീട്ടി അരയ്ക്കാൻ തുടങ്ങും. അതൊരു കലയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എഡ്ജസൊക്കെ ക്ലീൻ ആയിരിക്കും, നടുക്ക് മാത്രം നീളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിന് പ്രത്യേക ശബ്ദവും താളവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മഞ്ഞളും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ആ കളർ അങ്ങനെ പതുക്കെ പതുക്കെ മാറിയിട്ട് ഫുൾ യെല്ലോ ആയി വരുന്നതും, അങ്ങനെ അവരത് വടിച്ചെടുക്കുന്നതൊക്കെ എന്ത് രസമുള്ള സംഭവമായിരുന്നു. കണ്ട് കണ്ട് കൊതിയായിട്ട് അരയ്ക്കാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാണുന്ന അത്ര ഈസി അല്ല. ഞാൻ അരയ്ക്കുമ്പോഴത്തേക്കും അമ്മിയുടെ ചുറ്റുവട്ടത്ത് മുഴുവനും അരയ്ക്കുന്ന സംഗതികൾ മുഴുവനുമായിട്ട് അലമ്പായിട്ടാണ് ഉണ്ടാവാറുള്ളത്. വീട്ടിൽ അമ്മിയൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും ഒരു അമ്മിയും അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗടാഗടിയൻ അമ്മി ആൻഡ് അമ്മിക്കുട്ടി. കാരണം അത് ഉപയോഗിക്കാറില്ല. അതിങ്ങനെ എന്താ പറയുക, നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങില്ല. ശരിക്കും നല്ലൊരു അമ്മി എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് നല്ല മിനുക്കവും തഴക്കവും ഒക്കെ നമുക്ക് കാണുമ്പോഴേ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവും. അത് അരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ വീട്ടിൽ തന്നെ അന്ന് ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് മുഴുവൻ ഗട്ടറാണ്. നമ്മൾ അരച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പെട്ട് ഒരു രസമായിരിക്കില്ല. അങ്ങനെയും ശ്രമിച്ചിട്ടുണ്ട്. ചിന്നുവിൻ്റെ സീമ ചേച്ചിയുടെ താളത്തോടെയുള്ള അരക്കലിനെ പറ്റിയിട്ടൊക്കെ പറയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഒരു ദിവസം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജ് മുഴുവനും അമ്മിയിലരയായിരുന്നു വിഷയം. ഈയിടെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വർക്ക് ഏരിയയിൽ നല്ല ഭംഗിയുള്ളൊരു അമ്മി. അവൾ ഏതോ ഒരു കർണാടക ട്രിപ്പിൻ്റെ ഇടയിൽ കണ്ട് നല്ല ഭംഗി കണ്ടപ്പോൾ കൊതിയായിട്ട് വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുക. അങ്ങനെ അമ്മിയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഇനി സമയം തീരാണ്. ഇത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കാണ്, ആരതിക്ക് വേണ്ടി ചെയ്തായിരുന്നു കേട്ടോ.